Good morning, guys. Hello. അതെ, ഷീസ് കുക്കിംഗ് സംതിങ് ചായ. അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഇവളുടെ വീട്ടിൽ എന്ന് ചിന്തിക്കേണ്ട. നമ്മൾ ഇന്ന് കോളേജിൽ എത്തനിട്ട് സോറി മതിയടാ, കുറച്ചുകൂടെ വേണം. എത്തനിക് ഡേ ആയതിനാൽ നമ്മൾ കോളേജിൽ സാരൊക്കെ കൊടുത്ത് സുന്ദരിമാരായിട്ട് പോകണം. അപ്പം നമുക്ക് ഇന്നത്തെ എൻ്റെ കോളേജിൽ എത്തിക് ഡേ കാണാം. മതിയടാ, കൂടിപ്പോയി, സാരില്ല. അപ്പം കാണാം കേട്ടോ. ബാ, നമുക്ക് രാവിലെ തന്നെ റെയിന് ചായ വെക്കുന്നതിന് തുടങ്ങാം. എന്തുണ്ട് വിശേഷം? ചായ വെക്കുന്നതിനെ പറ്റി നല്ല അഭിപ്രായം പറയും. ചായ ഇതാണ്, ഇതാണ് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിനെപ്പറ്റി പറയാൻ ചായ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനേ പറ്റില്ല. അപ്പൊ എല്ലാം പറഞ്ഞോലെ ഒരുങ്ങിട്ട് വരാം. ഒരുങ്ങി ഇറങ്ങി. എന്നെ ഒന്ന് ഫുള്ള് കാണിച്ചോ. സൂപ്പർ. ഐ മേക്കപ്പ് ഉണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? അവളുടെ ഐ മേക്കപ്പ് ആണ് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. നോക്കൂ, കണ്ടോ? ക്വൈറ്റ് സിമിലർ. ആക്ച്വലി നമ്മളടുത്ത് എല്ലാവരും പറഞ്ഞത് എത്ര മണിക്ക് കയറണം എന്നാടി? 9:30 മുൻപേ കയറണം എന്നാണ് പറഞ്ഞത്. പക്ഷേ 9:30 കയറി കഴിഞ്ഞ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ ഇനോഗ്രേഷൻ പരിപാടിയിൽ നമ്മൾ പെട്ടുപോകും. അപ്പം ഇനോഗ്രേഷൻ പരിപാടിക്ക് പെട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ മെല്ലെ സാരി കൊടുത്ത് വൈബാക്കി മെല്ലെ കയറണം. കോളേജിൽ ID ഇല്ലാണ്ട് കയറ്റുമെന്ന് പറഞ്ഞിട്ട് ID കാർഡ് എടുക്കാണ്ട് താഴെ വന്ന് വായം പൊളിച്ചിട്ട് വേഗം റൂമിലോട്ട് ഓടുന്നു. എൻ്റെ 2 കലാസൃഷ്ടികളെ ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും. ശേഷം ഞങ്ങൾ റെഡിയായി ഗൈസ്. ഇങ്ങനെയൊക്കെ ആയി ഗൈസ്, എങ്ങനെയൊക്കെയോ ഇറങ്ങി. എനിക്ക് 329 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ. സെലിബ്രേഷൻ ഉണ്ട് ഗൈസ്. അവിടെ പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ കോളേജിലും എത്തി. ഒരുപാട് ഫെസ്റ്റുകളും കാര്യങ്ങളും പ്രോഗ്രാംസും നടക്കുമെങ്കിലും സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒരു ഉത്സവം പോലെ ആഘോഷിക്കുന്നത് ഞങ്ങളുടെ എത്തനിക് ഡേ വരുമ്പോഴാണ്. ഇപ്രാവശ്യത്തെ എത്തനിക് ഡേയും എല്ലാ വർഷത്തെയും പോലെ നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനത്തെ കുറേ സീനറികളൊക്കെ കാണാൻ പറ്റും. ഓരോ സ്റ്റേറ്റുകാരും അവരവരുടെ എന്താ പറയുക കോസ്റ്റ്യൂംസിൽ വന്ന് സത്യം പറഞ്ഞാൽ ഭയങ്കര രസമാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും ടെൻഷൻസും എക്സാംസും സപ്ലികളും ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു മനസ്സമാധാനം ആശ്വാസമൊക്കെ ഈ ഒരു എത്തനിക് ഡേ ആണ് കേട്ടോ. അവിടെ ഫ്രണ്ടില് മറ്റേ ഗ്രൗണ്ടിലുള്ളതിനെ കണ്ട് തിരക്കാണ് ഇവിടെ റെസ്റ്റോറന്റിന്റെ അകത്ത്. ചാളമേരി യെസ്. അവിടെ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ എത്തനിക് ഡേയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് ഈ ചെണ്ടമേളം. ഒട്ടുമിക്ക എല്ലാവരും തന്നെ ഈ എത്തനിക് ഡേക്ക് ജോയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചെണ്ടമേളം തന്നെ കാണാനാകട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പലതരത്തിലുള്ള ഇവൻറ്റ്സ് പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടാവും. ഇപ്രാവശ്യം 3 സ്ഥലങ്ങളിലായിട്ടായിരുന്നു ഇവർ ഇവൻറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് ഫാബുലസ്. സത്യം പറയില്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്ത് ആടിപ്പാടി തിമിർത്ത് നടക്കാൻ പറ്റിയ ഒരേ ഒരു ദിവസമാണ് ഞങ്ങളുടെ കോളേജിൽ നടത്തുന്ന എത്തനിക് ഡേ. പാട്ടും ഡാൻസും ബഹളവും ഒക്കെ ആയിട്ട് രാവിലെ തൊട്ട് ഉച്ച വരെ സമയം പോകുന്നത് സത്യം പറഞ്ഞാൽ ആരും അറിയാറില്ല.
ശിവന് പണ്ടേ അതാണല്ലോ, ഏത് ലിറിക്സ് അറിയത്തില്ലെങ്കിൽ കൂടെ അങ്ങ് പാടി തകർത്ത് പാരിക്കൊള്ളുക, അത് തന്നെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കോളേജിൻ്റെ സൈറ്റിൽ എല്ലാവർക്കും ഇതുപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഞങ്ങൾ അവിടെ ചെന്ന് ഫോട്ടോ എടുക്കാൻ കാണിക്കുന്ന തത്രപ്പാടുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 3 പേരെ സത്യം പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സ്റ്റുഡൻസിൻ്റെ ആരെങ്കിലും കയ്യിൽ ഫോണൊക്കെ കൊടുത്ത് 4 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കാര്യം ഇന്നിനി നമ്മുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിലും ഇൻസ്റ്റഗ്രാം റീൽസുകളിലും തകർത്ത് വാരി തെരഞ്ഞു കിടക്കാൻ പോകുന്നത് മൊത്തം നമ്മുടെ ഈ എത്തനിക് ഡേയുടെ പോസ്റ്റുകളായിരിക്കും. കാര്യം ഫുൾ ഓൺ എൻജോയ്മെൻ്റ് ആണ് ആ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ. എല്ലാവരും ഡാൻസും പാട്ടും എല്ലാവരും എല്ലാ ദിവസവും കാഷ്വൽ ഡ്രസ്സിലും ഫോർമൽസിലും ഒക്കെ കണ്ടിട്ട് പിന്നീട് നമ്മൾ ഇതിൽ കാണുമ്പോൾ അടിപൊളിയാട്ടോ. അങ്ങനെ ഞങ്ങളുടെ പരിപാടിയെല്ലാം കലാശിച്ചു. ഞങ്ങൾ നേരെ ഇനി റൂമിലോട്ട് പോവാണ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഗൈസ്, ഇന്നത്തെ ഡേ വാസ് പ്രിറ്റി മച്ച് ദിസ് ആൻഡ് നല്ല ടയേർഡായിട്ടുണ്ട്. എനിക്കിനി പറയാനായിട്ട് വാക്കുകളില്ല, ഞാൻ ടയേർഡായിരുന്നു, അത്രയും ടയേർഡാണ് ഞാൻ. ഞാൻ ഫുഡ് മേടിച്ചിട്ടുണ്ട്. ഫുഡ് ഞാൻ ഉടുപ്പിക്കുന്ന ഫ്രൈഡ് റൈസ് മേടിച്ചിട്ടുണ്ട്. മമ്മി നല്ല അച്ചാർ തന്നിട്ടുണ്ട്. അച്ചാറും കൂടെ കൂട്ടിയിട്ട് ഇത് കഴിച്ചിട്ട് ഇവിടെ ഫുള്ളൊന്നും ഇതുണ്ടോ, ഇത് മൊത്തം കൊളായി കിടക്കുകയാണ്. ക്ലീൻ ചെയ്യാനുള്ള ശേഷിയൊന്നും എനിക്കില്ല, ഞാൻ അത്രയും ടയേർഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതെല്ലാം കൂടെ എങ്ങോട്ടെങ്കിലുമൊക്കെ തള്ളി മാറ്റി വെച്ചിട്ട് നേരെ കിടന്ന് ഉറങ്ങും. ഒരുപാട് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്നുള്ളവരുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവണം. അപ്പം ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് എഡിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട്. ഇനി വീഡിയോസ് എഡിറ്റിംഗ് കൊണ്ട് ഒരുപാട് പണിയാണ്. അതൊന്നും നമുക്കൊന്ന് ചെയ്യാൻ വയ്യ, കാരണം അത്രയും ക്ഷണിച്ചിരിക്കുക. ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഫോട്ടോസ് എഡിറ്റ് ചെയ്തിട്ട് അത് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് തീരെ ശേഷിയില്ലാത്തതുകൊണ്ട് നമ്മൾ നാളെ കലാപരിപാടികളൊക്കെ ചെയ്ത് ഒക്കെ പൂർത്തിയാക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വൺ ഓഫ് ദ ബെസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്, എത്തനിക് ഡേ. കാര്യം നമുക്ക് കോളേജിൽ ഇത്രയും ഒരു 6 months ഓഫ് ഹെക്ടിക് ടൈമിന് ശേഷം നമുക്ക് ഒരേ ഒരു എത്തനിക് ഡേ കിട്ടുള്ളൂ. നമുക്ക് ഇങ്ങനെ അടിച്ച് പൊളിച്ച് ഡാൻസ് ഒക്കെ ചെയ്ത് എൻജോയ് ചെയ്യാൻ. ഇറ്റ് വാസ് ടോട്ടൽ ഫൺ ആൻഡ് ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് എ ഫാബുലസ് ഡേ, സ്പെൻഡിങ് ടൈം വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് എവറിത്തിങ്. ഫുഡ് കഴിച്ച് ഇനി നേരെ ഞാൻ പോയിട്ട് ഉറങ്ങും. നമുക്കപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.